നമസ്കാരം. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും വീടുകളിൽ നിറയ്ക്കുന്ന വിഷുവിന് ഇനി അധികം ദിവസങ്ങളില്ല. എന്നാൽ വിഷുവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്നത് പണവരവിന് തടസ്സമായി മാറാം. അതിനാൽ സമ്പൽ സമൃദ്ധി നിറയ്ക്കുന്ന വിഷു വരുന്നതിന് മുൻപ് തന്നെ, വിഷു ദിവസത്തിന് മുൻപ് തന്നെ, വിഷു പുലരിക്ക് മുൻപ് തന്നെ ഞാൻ ഈ പരാമർശിക്കുന്ന വസ്തുക്കൾ നിങ്ങൾ വീടുകളിലുണ്ട് എങ്കിൽ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഏതെല്ലാമാണ് ആ വസ്തുക്കൾ അഥവാ മൂദേവി സാന്നിധ്യമുള്ള ആ വസ്തുക്കൾ എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഒരു നിമിഷം നിങ്ങൾ വന്ദിക്കുക. അതിൽ ആദ്യത്തേതായ വസ്തുവായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പൊട്ടിയ കണ്ണാടി നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അവ മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ്. അതിൽ മുഖം നോക്കുന്നത് പോലും ദോഷകരമാണ്. കാരണം വിഷുക്കണിയിൽ വയ്ക്കാവുന്നതായ ഒരു കാര്യമാണ് കണ്ണാടി. അതിനാൽ പുതിയ കണ്ണാടി വാങ്ങി വയ്ക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. മറ്റൊരു കാര്യം ചവിട്ടിയാണ്. അത് നിങ്ങളുടെ വീടുകളിലെ ഏതു ഭാഗത്ത് കിടക്കുന്നതായ ചവിട്ടിയാണ് എങ്കിലും ആ ചവിട്ടി മോശമായിട്ടുണ്ട് എങ്കിൽ, അതായത് പഴകിയിട്ടുണ്ട് എങ്കിൽ, കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കി മാറ്റി സ്ഥാപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ നിങ്ങളുടെ വീടുകളിൽ ഉണങ്ങിയതോ കരിഞ്ഞതോ ആയ പ്രധാനമായും കരിഞ്ഞതോ അല്ലെങ്കിൽ വാടിയതോ ആയ ചെടികളുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത്തരം ചെടികൾ കാണുന്നത് പോലും ശുഭകരമല്ല എന്നാണ് പറയുക. പ്രത്യേകിച്ചും വിഷുപ്പുലരി അടുക്കുന്നതായ ഈ ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായ സമയം കൂടിയാകുന്നു. കേടായ വസ്തുക്കൾ അത് എന്ത് തന്നെയാണ് എങ്കിലും ഒന്നുകിൽ അത് ശരിയാക്കുക. അതിന് സാധിക്കാത്തതായ സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അടുക്കളയിൽ പഴകിയ ആഹാരം അല്ലെങ്കിൽ എന്തെങ്കിലും സൂക്ഷിച്ച് വച്ചിരിക്കുന്ന കേടുവന്ന അല്ലെങ്കിൽ പൂപ്പൽ പിടിച്ചതായ അത്തരം വസ്തുക്കളുണ്ട് എങ്കിൽ അത് തീർച്ചയായും അടുക്കളയിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത് അറിയാതെ സംഭവിക്കുന്നതായ കാര്യങ്ങളാകാം. അത്തരം കാര്യങ്ങൾ വീടുകളിൽ ഇരിക്കുന്നത് ദോഷകരമാണ്. പ്രത്യേകിച്ചും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള, അന്നപൂർണേശ്വരി സാന്നിധ്യമുള്ള അടുക്കളയിൽ ഇപ്രകാരം വസ്തുക്കൾ ഇരിക്കുന്നത് അത്രമേൽ ദോഷകരമാണ്. അതിനാൽ തീർച്ചയായും ഇവ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ നിങ്ങളുടെ പൂജാമുറിയിൽ ഈശ്വര വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പുതിയ വസ്തുക്കൾ, പ്രത്യേകിച്ചും പുതുതായി വാങ്ങുന്നതായ വിഗ്രഹങ്ങൾ വയ്ക്കുന്നതും പുതിയ ചിത്രങ്ങൾ വാങ്ങി വയ്ക്കുന്നതും ശുഭകരമാണ്. കണിയിൽ ഈ വിഗ്രഹം ഉൾപ്പെടുത്തുന്നതും ഏറ്റവും വിശേഷമാണ്. അത് ശ്രീകൃഷ്ണ വിഗ്രഹമാണ് എങ്കിൽ ഏറ്റവും ഉത്തമമായ ഫലം നിങ്ങൾക്ക് നൽകും. അതിനാൽ തീർച്ചയായും ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിലെ പഴയ വസ്തുക്കൾ, പഴയ കാര്യങ്ങൾ ഒഴിവാക്കി ഫ്രിഡ്ജ് വൃത്തിയായി തന്നെ സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തുളസിത്തറയ്ക്ക് എപ്പോഴും പ്രാധാന്യം നൽകണം. കാരണം പ്രധാന വാതിലിലേക്ക് പോസിറ്റീവായ ഊർജം ഇരട്ടിയായി പ്രവഹിക്കുന്നതിന്, വീടിനുള്ളിലേക്ക് പ്രവഹിക്കുന്നതിന് സഹായകരമാണ് തുളസിത്തറ. അതിനാൽ തുളസിത്തറയിൽ സംഭവിക്കുന്നതായ ഏത് കാര്യവും അത് ആ വീടിനെ ദോഷകരമായി ബാധിക്കും. അതിനാൽ തുളസിത്തറയ്ക്കും വളരെയധികം പ്രാധാന്യം നൽകുക. തുളസിത്തറ വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും കളകൾ പിടിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വീടുകളിൽ തീർച്ചയായും ചൂല് ഉണ്ടാകുന്നതാണ്. ഈ ചൂല് തേയ്മാനം സംഭവിച്ചതാണ് എങ്കിൽ അത്തരം ചൂലുകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പകരം പുതിയ ചൂല് വീടുകളിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട ദിവസങ്ങൾ തന്നെയാണ് ഇത്. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യത്തിനും നിങ്ങൾ വളരെയധികം പ്രാധാന്യമുണ്ട്. അതിനാൽ ഈ കാര്യത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യമായി പരാമർശിക്കുന്നത് വിളക്കുമായി ബന്ധപ്പെട്ടാണ്. ദേവതാ സാന്നിധ്യമുള്ള പ്രതീകമായ വിളക്കിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ മാറ്റണം. കാരണം
വിഷുക്കണിയിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതായ ഒന്നാണ് വിളക്ക്. അതിനാൽ ആ വിളക്ക് ചോരുന്നതാണ് എങ്കിൽ, കേടുപാടുകൾ പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് കണി കാണുന്നതുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ശുഭകരമായ ഫലങ്ങളെ ബാധിക്കുന്നതാണ്. അശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കേടുപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ട് എങ്കിൽ മാറ്റി വാങ്ങാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് മുൻപിലുള്ളത്. മാറ്റി വാങ്ങുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അഴുക്ക് പിടിച്ച കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും വീടുകളിൽ ഇരിക്കുന്നതായ ഏത് വസ്തുക്കളാണ് എങ്കിലും അത് മാറ്റി വാങ്ങുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. കൂടാതെ ഈ സമയം അഴുക്ക് പിടിച്ച കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളതായ വസ്തുക്കൾ പ്രത്യേകിച്ചും വീടുകളിൽ നിന്നും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അത് വൃത്തിയായി തന്നെ വയ്ക്കുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആ കാര്യത്തിനും നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകണം. കൂടാതെ ഈ സമയം നിങ്ങളുടെ അലമാരിക്ക് മുകളിൽ, പ്രത്യേകിച്ചും പണം സൂക്ഷിക്കുന്നതായ അലമാരിയുടെ മുകൾ വശവും താഴ്വശവും പ്രത്യേകമായി അടിച്ച് വാരേണ്ടതായിട്ടുണ്ട്, വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ കിടക്കുന്നതായ കട്ടിലുകളുടെ അടിഭാഗത്തും ഇത്തരത്തിൽ ചെയ്യുവാൻ മറക്കാതിരിക്കുക. അതിനും വളരെയധികം പ്രാധാന്യം നൽകേണ്ടത് അനിവാര്യമാണ്. പൊട്ടിയ ചെരുപ്പുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ മാറ്റി വാങ്ങുക. കൂടാതെ പഴയ ചെരുപ്പുകൾ, പൊട്ടിയതായ ചെരുപ്പുകൾ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അഥവാ വച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഭഗവാനെ ഉടുപ്പിച്ചിരിക്കുന്നതായ മഞ്ഞപ്പട്ട് അല്ലെങ്കിൽ നിങ്ങൾ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്നതായ മഞ്ഞപ്പട്ടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അഴുക്കുകൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഉടുപ്പിച്ച് കണി കാണുന്നത് ശുഭമല്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി പുതുതായി ഒരു മഞ്ഞപ്പട്ട് വാങ്ങി ഭഗവാനെ ഉടുപ്പിച്ച് കണി കാണുന്നതാണ് ഏറ്റവും ശുഭം. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതാണ്. വിഷുപ്പുലരിയിൽ ഈ ഒരു കാര്യത്തിനും നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ക്ഷേത്രത്തിലെ പ്രസാദങ്ങൾ. ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നതായ പ്രസാദങ്ങളിൽ വാടിയതായ പൂക്കൾ, ഇലകളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇലകളും പൂക്കളും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അവ ഉണങ്ങി വീടുകളിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ശുഭമല്ല. അതിനാൽ തീർച്ചയായും അത്തരത്തിലുള്ള വസ്തുക്കൾ നിങ്ങൾ ഒഴിവാക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ടതായ മറ്റൊരു കാര്യം ചെയ്യേണ്ടതുമായിട്ടുണ്ട്. വിഷുവിന് മുൻപ് തന്നെ അല്പം പച്ചക്കർപ്പൂരം കൂടി ചേർത്ത ജലത്തിൽ പൂജാമുറിയിലെ ചിത്രങ്ങൾ എല്ലാം തന്നെ തുടയ്ക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലം നൽകും. ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് അത് സഹായകരമായി തീരും. ഞാൻ ഈ പരാമർശിച്ചതായ വസ്തുക്കളിൽ ഏതെങ്കിലും വസ്തു നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ചിലർ ഈ വസ്തുക്കൾ ഒഴിവാക്കുവാനായി ചില കാര്യം ചെയ്യും. ഈ വസ്തുക്കളെല്ലാം ടെറസിന്റെ മുകളിൽ കൊണ്ടുവച്ചു എന്ന് വരാം. ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ടെറസിന് മുകളിൽ കൊണ്ടുവയ്ക്കുന്നത് ശുഭമല്ല. അവ ദോഷകരമായി തന്നെ ഭവിക്കും. അതിനാൽ വിഷുദിനത്തിന് മുൻപ് തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ ടെറസിന് മുകളിൽ ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമായ വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവ ഒഴിവാക്കി ഏവരും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷുപ്പുലരിയിലേക്ക് കടക്കുവാൻ അഥവാ വിഷുക്കണി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾ വീടുകളിൽ വച്ചുകൊണ്ട് വിഷുക്കണി കാണുന്നതിലൂടെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. അതിനാൽ തീർച്ചയായും ഈ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക.